प्रभु हमको एक एक मौका दे रहा है, प्रभु को उपस्थिति में उसके लिए धन्यवाद। സഹോദരന്മാരുടെ സംസാരത്തിലൂടെ ദൈവം നമുക്ക് ആവശ്യമായ ആലോചനയും പ്രോത്സാഹനവും നൽകുന്നതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. मैं प्रभु को धन्यवाद देना चाहता हूँ कि भाइयों का इस तरह इकट्ठा होकर बात करना और संगति करना एक दूसरे को एक बहुत अच्छा प्रोत्साहन का कार्य बन रहा है। പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ പൗലോസ് തന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. हम लोग पौलुस का जीवन में जब हम देखते समय में हम देखते हैं कि पौलुस इस रीति से कार्य करता था जैसे कि वो प्रभु को हर बातों में परमेश्वर को प्रसन्न कर सके, इस रीति से उसका सेवा था। കഴിഞ്ഞ ആഴ്ചയില് സഹോദരന്മാർ സംസാരിച്ചപ്പോൾ നമുക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. नए हफ्ते में जब भाई लोग जब बात करते समय में उसमें प्रतिफल का एक विषय आया था। അതിനോട് ബന്ധപ്പെടുത്തി തന്നെ ഇന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. उसी के आधार पर कुछ बातें आज उसमें बात करना चाहता हूँ. അതായത് സൗജന്യമായി നമുക്ക് കിട്ടുന്ന പ്രതിഫലവുമുണ്ട്, നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പ്രതിഫലങ്ങളും ഉണ്ടെന്ന് പറയുകയുണ്ടായി. वहां पर हमने एक बात हमने देखा था जो हमको मुफ्त में मिलने वाला प्रतिफल है और एक है हमारे कार्य के आधार पर मिलने वाला प्रतिफल. ഇത് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. पहला कोरिन्थी 4:5 पढ़कर हम आरंभ करेंगे. 4 കൂടെ ചേർത്ത് ഞാൻ വായിക്കട്ടെ. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. पढ़ेंगे 4 और 5. क्योंकि मेरा मन मुझे किसी बात में दोषी नहीं ठहराता, परंतु इससे मैं निर्दोष नहीं ठहरता, क्योंकि मेरा परखने वाला प्रभु है. इसलिए जब तक प्रभु न आए समय से पहले किसी बात का न्याय न करो. वही अंधकार की छिपी बातें ज्योति में दिखाएगा और मनों के अभिप्रायों को प्रकट करेगा. तब परमेश्वर की ओर से हर एक की प्रशंसा होगी. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നാം വായിച്ചു നിർത്തിയ വേദഭാഗമുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും കൂടെ. और उसी के साथ पहला യോഹന്നാൻ 3:18 भी पढ़ेंगे. അതിങ്ങനെയാണ്, ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. 18 पढ़ेंगे. ये बालको, हम वचन और जीभ ही से नहीं पर काम और सत्य के द्वारा भी प्रेम करें. ഓക്കെ, നമുക്ക് കർത്താവ് നൽകാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് നാം ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ പ്രത്യാശയുള്ളതായിരിക്കും. हम जब इस दुनिया में जीते समय में हमें जब ये बात का अच्छी तरह से बोध्य है, अच्छी तरह से मालूम है कि प्रभु हमको एक प्रतिफल देने वाला है करके, ऐसा सोच के जीने वाले लोगों को का जीवन आशा से भरा हुआ रहेगा. ഇതൊരു മോഹമല്ല, പിന്നെയോ ഇത് നമുക്ക് ദൈവം വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ये कोई मोह या लालच की बात नहीं है, बल्कि ये सब वो बातें हैं जो परमेश्वर ने हमारे लिए पहले से तैयार करके रखा है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഇതേ ഭാവം ധരിച്ചവനായിരുന്നു. हमारे प्रभु यीशु मसीह भी इसे मन के भावना में वो जिया था. നമുക്ക് പരിചയമുള്ള വാക്യമാണ് എബ്രായ ലേഖനം 12:3. അവൻ മുൻപിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു എന്ന് നാം വായിക്കുന്നു. इब्रानियों का पुस्तक 12:2 में हमने पढ़ते हैं कि सामने रखा हुआ जिसे उस आनंद के लिए जो आगे रखा हुआ था, लज्जा की कुछ बातों को चिंता ना किया. കർത്താവ് ക്രൂസിനെ സഹിക്കുമ്പോൾ അവന് മുൻപിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. तो जब प्रभु क्रूस को
कि उस लज्जा को जब वो सहते समय में उसके सामने एक आनंद का बात भी रखा हुआ था। അത് എബ്രായർ 12:2 Yeah. അപ്പോൾ മുൻപിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ടാണ് അവൻ ക്രൂശ് സഹിച്ചത്. हम देखते हैं कि उसको सामने रखा हुआ आनंद, मतलब प्रभु को आगे जाकर कुछ मिलने वाला था, वो बात को देखकर प्रभु ने क्रूस का सारा दुख को सहा। Praise the Lord. അതുപോലെ തന്നെയാണ് ഒരു ദൈവവൈതലിന് ദൈവം വെച്ചിട്ടുള്ള പ്രതിഫലങ്ങളെ നോക്കി ജീവിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. इसी तरह विश्वासियों को भी उसके सामने रखा हुआ प्रतिफल को देखकर जीना चाहिए करके वचन हमें सिखाता है। നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരാണ്. क्योंकि हम लोग स्वर्गीय बुलावट के लिए बुलाए गए हैं। എബ്രായ ലേഖനത്തിലെ 11-ാം പറയുന്നുണ്ട്, വിശുദ്ധന്മാരെ അവരെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. हम लोग इब्रानी की पुस्तक 12 अध्याय में जब विश्वास के वीरों में पढ़ते समय में हम देखते हैं कि वो लोग कहते हैं कि उन लोग ने स्वर्गीय बातों पर उन लोगों ने आशा रखी थी। അത് എബ്രായ ലേഖനം 11-ാം അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് വായിക്കും. इब्रानियों का 11 का 16 में पढ़ते समय में, पर वो एक उत्तम अर्थात स्वर्गीय देश की अभिलाषी थे, इसलिए परमेश्वर उनको परमेश्वर कहलाने के लिए नहीं लज्जाता। ഓക്കെ, നമ്മള് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതോടെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലേക്ക് മാറിയിരിക്കുക. कि हमने प्रभु यीशु मसीह को उद्धारकर्ता स्वीकारने की वजह से हमारा नागरिकता अभी स्वर्ग का हो चुका है। നാം ഇവിടെ പരദേശികളാണ്. हम लोग तो यहाँ पर सिर्फ परदेसी है, അല്പകാലത്തേക്കേ ഉള്ളൂ. यानी कि कुछ समय के लिए जीने वाले लोग हैं। അപ്പോഴെല്ലാം നമുക്ക് ഓർക്കുവാനുള്ളത് എബ്രായ ലേഖനം 10:34 പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ എന്നാണ്. इब्रानियों 10 का 34 पढ़ेंगे, हिब्रूज 10:34। क्योंकि तुम कैदियों के दुख में भी दुखी हुए और अपनी संपत्ति भी आनंद से लूटने दी, यह जानकर कि तुम्हारे पास एक और भी उत्तम और सर्वदा ठहरने वाली संपत्ति है। अपने संपत्ति को आनंद से लूटने दी। കഴിഞ്ഞ ദിവസം സന്ദേശം സംസാരിച്ച് നിർത്തിയത് ഈ വക പ്രതിഫലത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഉള്ള നമ്മുടെ പ്രാവർത്തിക ജീവിതത്തെ കുറിച്ചായിരുന്നു. हम लोग गए समय में जब इस विषय में, प्रतिफल के विषय में जब हम लोग सुनते समय में एक विषय हमने देखा था कि इस विषयों में जो हमारे व्यक्तिगत जीवन भूमि में जीते समय में जो हमारे साथ होने वाला बातों के साथ जो प्रैक्टिकल लाइफ में होता है वो हम देख रहे थे। അപ്പോൾ ഒരു ഭക്തൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു ദൈവവൈതലിന്റെ പ്രാർത്ഥനയിലുള്ളതായ ദൈവ സാന്നിധ്യം തന്നെ അവന്റെ ജോലിയിലും അവൻ അനുഭവിക്കാൻ കഴിയും. एक भक्त इस रीति से कहा है कि एक भाई जब प्रार्थना करते समय में उस प्रार्थना में उसका जो प्रभु का उपस्थिति है, वही उपस्थिति वो अपने सारे कामकाज में जो भी नौकरी करता है उसमें भी वो उपस्थिति उसको महसूस होता है। അവന്റെ ജോലി സ്ഥലത്തും അവന് ജോലി ചെയ്യുമ്പോൾ പോലും അത് പ്രാർത്ഥനയ്ക്ക് തുല്യമായ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവന് ചെയ്യാൻ കഴിയും. वो भक्त जब काम करते समय में जो वो नौकरी करता है, वो नौकरी करते समय में प्रार्थना करते समय जो परमेश्वर को उपस्थिति उसको अनुभव होता है, वो सेम परमेश्वर को उपस्थिति उसका कामकाज और नौकरी में उसको वो उपलब्ध उसको वो महसूस कर सकता है। അത് നമ്മുടെ കർത്താവ് ഈ കാര്യം തന്റെ ജീവിതത്തിലും വെളിപ്പെടുത്തുകയുണ്ടായി. और परमेश्वर ये काम अपना जीवन में भी प्रकट किया है। കർത്താവ് ദൈവ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് അവൻ ഇവിടെ വന്നത്. क्योंकि हमारा प्रभु परमेश्वर की इच्छा को पूरा करने आया। അതോടൊപ്പം ഏത് സാഹചര്യത്തിലായിരുന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് പാലിക്കേണ്ടതെല്ലാം അവൻ പാലിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചത്. और उसी के साथ साथ एक मनुष्य होने की वजह से जो भी जिम्मेदारी उसको पूरा करना था, वो सभी बातों को वो पालन करके उस सब बातों को पूरा करके जिया। അവൻ സകലത്തിന്റെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് ഈ ഭൂമിയില്
രാജാവിന് കരം കൊടുക്കേണ്ട എന്ന് അവൻ നിശ്ചയിച്ചില്ല. तो वो भले ही वो सभी बातों का मालिक है, सर्व सृष्टि का मालिक है, ऐसा होने के बावजूद भी उन्होंने कभी ऐसा नहीं सोचा कि मुझे कभी टैक्स भरना नहीं पड़ेगा, मैं टैक्स भरूंगा नहीं करके, वो फिर भी उन्होंने भरा. കർത്താവ് പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും ആകട്ടെ എന്ന് പറഞ്ഞു. क्योंकि प्रभु ने बोला कि जो कैसर का है वो कैसर को दिया जाए और जो परमेश्वर का है वो परमेश्वर को दिया जाए. കർത്താവ് ശിഷ്യനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്ട് ഒരു മീനിനെ പിടിക്കണം, അതിന്റെ വായിൽ ഒരു ചതുർദ്രഹ്മ പണം ഉണ്ടാകും, അത് എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കാൻ പറഞ്ഞു. ऐसा क्योंकि इसलिए फिर प्रभु ने पतरस से कहा तू कांटा डाल और जो मच्छी पकड़ और उस मच्छी में के अंदर से तुझे जो धन मिलेगा उसको तेरे लिए और मेरे क्या हिसाब का तू धन वो चुंगी तू टैक्स डाल देना. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് വച്ചിട്ടുള്ള പ്രതിഫലത്തെയും അതുപോലെ തന്നെ തേജസ്സിനെയും ഓർത്തുകൊണ്ടാണ് നാം ഇവിടെ ജീവിക്കുന്നത്. तो हम वो विश्वासी लोग हैं जो स्वर्ग में रखा हुआ आनंद और स्वर्ग में रखा हुआ जो महिमा का और प्रतिफल का बातों को देखकर हम यहाँ भूमि में जी रहे हैं. അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 31-ാമത്തെ സദൃശ്യവാക്യത്തില് അവള് ഭാവി കാലം ഓർത്ത് പുഞ്ചിരിയിടുന്നു എന്നൊരു പ്രയോഗമുണ്ട്. വാക്യം പറഞ്ഞായിരുന്നോ? ഓക്കെ, സദൃശ്യവാക്യം 31-ാം അധ്യായത്തിന്റെ नीति वचन उसका प्रोवर्ब्स 31 अध्याय में वो अपना भविष्य को देखकर वो हंसती है करके एक भाग ऐसा शब्द है. യെസ് അതെ, അതിന്റെ 25-ാം വാക്യത്തിന്റെ ബി പാർട്ടിലാണ് ഭാവികാലം ഓർത്തവൾ പുഞ്ചിരിയിടുന്നു എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ദൈവ പൈതല് ഈ ഭൂമിയിൽ ഭാരങ്ങളുടെയും വേദനയിലൂടെയും കടന്നുപോയെന്ന് വരാം. तो विश्वासी जब इस दुनिया में जीते समय में वो आया हुआ तकलीफ और क्लेश के वजह से वो दुखी हो सकता है. ജോലി സ്ഥലത്തും വീട്ടിലും അയൽപക്കത്തും ഒക്കെയും ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. उसका कामकाज में जिधर वो काम करता है, जिधर वो रहता है, इधर सब जगह में प्रतिकूल अवस्थाएं आ सकता है. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി, അപ്പോസ്തല പ്രവർത്തികൾ 20:32 പറയുന്ന പ്രകാരം प्रेरितों का कार्य 20:32 में जैसा हमने गए बार भी हमने पढ़ा था, അതിങ്ങനെയാണ്. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഇപ്പോൾ ഫരമേൽപ്പിക്കുന്നു എന്നാണ്. और अब मैं तुम्हें परमेश्वर को और उसके अनुग्रह के वचन को सौंप देता हूँ, जो तुम्हारी उन्नति कर सकता है और सब पवित्र किए गए लोगों के साझी करके मीरास दे सकता है. സകല വിശുദ്ധന്മാരോടും കൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന അവകാശത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആണ് നമുക്കിവിടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആവശ്യമായ ശക്തിയും ബലവും ലഭിക്കുന്നത്. जब हमको ये मालूम पड़ता है कि सारे पवित्र संतों के साथ जो मिरास हमको मिलने वाला है करके, ये बात पे जब हम मनन करते समय में, या ये बात हमको मिलने वाला है जब हमको जानता है, तो जिसकी वजह से इस दुनिया में हमें सामर्थ भर के प्रभु का कार्य करने के लिए हमें प्रोत्साहन मिलता है. റോമർ 8:18 നാം വായിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ്. रोमन का पुस्तक 8:18 में जब पढ़ते समय में वहां पर कहता है कि क्योंकि मैं समझता हूँ कि इस समय का दुख और क्लेश जो उस महिमा के सामने जो हम पर प्रकट होता है वो कुछ भी नहीं है. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, हम कितना भाग्यशाली लोग हैं. നമുക്ക് നല്ലൊരു ഭാവി ഉള്ളവരാണ്. हमें एक बहुत अच्छा भविष्य है. അത് താൽക്കാലികമായിട്ടുള്ളതല്ല, എല്ലാം നിത്യമാണ്. और वो कुछ समय के लिए है, ऐसा कभी नहीं है. हमें जो मिल रहा है वो सदा के लिए है, नित्य है. അതെ, ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ദൈവം
വാഗ്ദാനം ചെയ്തിട്ടുള്ളതെല്ലാം നിത്യമാണ്. एक नए नियम के विश्वासी को जो भी प्रतिज्ञा प्रभु ने किया है वो सब अनंत काल का है, सदा के लिए है। എന്നാൽ നമുക്ക് വന്ന് ഭവിക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു അപകടമുണ്ട്. लेकिन यहाँ पर हमें एक दुर्घटना हो सकता है. അതിപ്രകാരമാണ് പലപ്പോഴും നാം നമ്മിൽ തന്നെ സംതൃപ്തരായി പോകും. वो क्या है कि बहुत बार हम अपने में ही तृप्त होने देखता है. അതിങ്ങനെയാണ് യെശയ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഐസയ 29:13 ഐസയ 29:13 में हम पढ़ते हैं. ഇങ്ങനെ വായിക്കാം, ഈ ജനം അടുത്തു വന്ന് വായു കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയത്രേ. पढ़ेंगे तेरा. और प्रभु ने कहा, ये लोग जो मुंह से मेरा आदर करते हुए समीप आते परंतु अपना मन मुझसे दूर रखते हैं और जो केवल मनुष्यों की आज्ञा सुन सुनकर मेरा भय मानते हैं, इस कारण सुन. അപ്പോൾ ചിലരുടെ എല്ലാം ജീവിതം, അല്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ ഒരുപക്ഷേ അധരം കൊണ്ട് അടുത്തു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനെന്ന് ചിന്തിക്കാം, പക്ഷേ ഹൃദയം കൊണ്ട് അകന്നു പോകാം. तो बहुत बार ऐसा होता है हमारे जीवन में कि हम लोग होठों से प्रभु को बहुत अच्छा तारीफ कर कर प्रभु का निकट आने देखते हैं, लेकिन हमारे हृदय में हम लोग दिल से प्रभु से बहुत दूर है. ഇതിന്റെ ഒരു ചിന്ത ഇങ്ങനെയുണ്ട്. ഉത്തമഗീതത്തില് इसका एक विचार हम देखते हैं श्रेष्ठ गीत में. ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. श्रेष्ठ गीत 2:9 में हम पढ़ते हैं. അതിങ്ങനെയാണ്, എന്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലിലൂടെ നോക്കുന്നു, അഴികൾക്കിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു എന്ന് നാം വായിക്കുന്നു. पढ़ेंगे 2:9. मेरा प्रेमी चिकारे व जवान हरीन के समान है. देखो वह हमारी भीत के पीछे खड़ा है और खिड़कियों की ओर ताक रहा है और जंजीरी में से देख रहा है. അപ്പോൾ ഒരു വിശ്വാസിക്ക് വന്ന് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് തന്നിൽ തന്നെ സംതൃപ്തരായി ജീവിക്കും. एक विश्वासी के जीवन में जो होने वाला एक बहुत बड़ा गड़बड़ है, जो उसके लिए खतरनाक है, और वो क्या है कि वो अपने आप में तृप्त होता है. ഞാൻ എല്ലാ മീറ്റിങ്ങിന് സംബന്ധിക്കുന്നുണ്ട്. देखो मैं तो सब संगतियों में मैं आता हूँ. ഞാൻ വീട്ടിൽ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. जो भी घर पे आता है उनको मैं भोजन देता हूँ. ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ऐसा ही क्रियाएं मैं करता हूँ. ഇങ്ങനെ സ്വയ സംതൃപ്തിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു അപകടം വന്ന് ഭവിച്ചേക്കാം. इस तरह खुद के ऐसा कुछ काम किया है बोलकर स्वयं का कार्य में तृप्त होकर वो एक दुर्घटना और धोखा में गिर सकता है. ശരിയാണ്, അതെല്ലാം ശരിയായ ഒരു കാര്യം തന്നെയാണ്. परंतु वो जो भी काम कर रहा है वो सब सही काम कर रहा है. എന്നാൽ കർത്താവിനൊരു ആഗ്രഹമുണ്ട്, നമ്മെ എന്നും ഉന്നതിയിലേക്ക് നടത്തണം. लेकिन प्रभु का एक आग्रह है कि हमेशा हमें उन्नति में बढ़ाए. ഇവിടെ അങ്ങനെയുള്ള ഒരു വിശ്വാസിയുടെ ചിത്രമാണ് കാണുന്നത്. उस रीति में एक विश्वासी को हम इस एक चित्र के रूप में यहाँ पर हम देखते हैं. ഇവിടെ പ്രിയനെ കാണുന്നത്, ആ പ്രിയൻ ചെറുമാനിലും കലക്കുട്ടിക്കും തുല്യൻ എന്ന് ഉള്ള പദപ്രയോഗമാണ്. यहाँ पर देखो वो अपने प्रिय के विषय में कहता है कि किस तरह वो चिकारे व जवान हिरण के समान है. എന്നാൽ പ്രിയനും അവൾക്കും ഇടയ്ക്ക് ഒരു മതില് ഉണ്ടാക്കിയിട്ടുണ്ട്. लेकिन अभी इधर क्या हो गया, वो प्रिय और उसके बीच में दोनों के बीच में एक दीवार आ गया है. ഇവിടെ പ്രിയനോട് ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഈ മതിലായി തീർന്നിരിക്കുകയാണ്. मतलब ये दीवार ऐसा एक रुकावट बन चुका है कि प्रिय के साथ जाकर वो मिल नहीं सकती. എന്നാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പ്രിയൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ മതിലിന് കിളിവാതിൽ ഉണ്ടാക്കി. लेकिन फिर प्रिया ने क्या किया, उन्होंने इस दीवार के बीच में उसने खिड़की बनाया. അതിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. और वो खिड़की की ओर से वो ताक कर देखता है. നമ്മുടെ കൂടിവരവുകളിലൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. हमारा इकट्ठा होने के अवस्थे में भी यही होता है. കർത്താവ് നമ്മളോട് വീണ്ടും വീണ്ടും ഇടപെടുന്നു. प्रभु हमसे बार बार हमारे में कार्य करते रहता है.
നമ്മെ വീണ്ടും വീണ്ടും അവന്റെ പദ്ധതിയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. बार बार प्रभु ने जो इच्छा रखा है उस इच्छा की ओर हमें लेकर आ रहा है. എവിടേക്കാണെന്നറിയാമോ? कहाँ की ओर? പുനരുത്ഥാന ജീവനിലേക്ക്. उस पुनरुत्थान का जीवन की ओर. ഓക്കെ, അവിടേക്ക് പോകണമെങ്കിൽ അല്പം വേദനയുള്ള കാര്യമാണ്. उस ओर की ओर यात्रा करना है तो थोड़ा तकलीफ और वेदना होगा. ചിലതിനോട് വേർപിരിയണം. कुछ बातों को हमें छोड़ना पड़ेगा. നമ്മുടെ സ്വന്തമായ തീരുമാനങ്ങളെ വെടിയണം. हमारा खुद का इच्छा का जो निर्णय और जो बातें हम लोग जो लेते हैं वो सारा निर्णय को छोड़ना पड़ेगा. നമ്മുടെ രഹസ്യ ജീവിതത്തില് നാം ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളോടും നമ്മൾ വിട പറയണം. हमारे रहस्य जीवन में जो बातों को हम पसंद करते हैं उसको छोड़ना पड़ेगा. താൽക്കാലികമായി നമുക്ക് സംതൃപ്തി തരുന്ന കാര്യങ്ങളാണ് അവയൊക്കെ. और कुछ पल के लिए हमें खुशी देने वाली बातें हैं वो सब. വലിയ പാപമൊന്നും ആയിരിക്കില്ല. वो शायद कोई बड़ा पाप नहीं रहेगा. എന്നാൽ അവിടേക്ക് വെളിച്ചം വീശുന്നതാണ് ദൈവത്തിന്റെ വചനം. लेकिन वो सब जगहों पर प्रभु का जो वचन है जो ज्योति के समान उस सब कोनों में जाता है. അവന് നമ്മിലേക്ക് കിളിവാതിലിലൂടെ നോക്കുന്നത് പോലെയുള്ള അനുഭവത്തിൽ നമ്മെ നമ്മുടെ ജീവിതത്തിലെ രഹസ്യ കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം വീശും. बल्कि जिस तरह यहाँ पर प्रेमी अब खिड़की की ओर से वो देखता है उसी तरह प्रभु भी हमारे जीवन में वचन के द्वारा वचन से हमारे अंदर कार्य करता है. എന്തിനാണെന്നോ? क्यों ऐसा? നമ്മെ പുനരുത്ഥാന ജീവനിലാക്കാനാണ്. ताकि वो हमें अपने पुनरुत्थान के जीवन में ला सके. കാരണം അധപ്പതിച്ച ഒരു സാമാന്യ ജീവിതം നയിക്കാനല്ല, പിന്നെയോ നമ്മളെ ദിനംതോറും ഉന്നതിയിലേക്ക് നടത്തുന്ന ഒന്നാണ് ക്രിസ്തു നൽകിയിട്ടുള്ള ക്രിസ്തീയ ജീവിതം. क्योंकि हम लोग ऐसे दब के ऐसा डर के जीवन के लिए नहीं बल्कि मसीह जीवन में हम लोग बढ़ोतरी के लिए जिए, आनंद के लिए जिए. यह एक सच्चा मसीह जीवन. നമ്മള് യെശയ്യാവിൽ വായിച്ച വാക്യത്തിൽ കാണുന്നത് അവരുടെ ഹൃദയത്തെ കുറിച്ചാണ് പറയുന്നത്. हमने यशायाह में जब हमने पढ़ा वहां पर उनका हृदय के बारे में हमने पढ़ा था. അപ്പോൾ പലപ്പോഴും നമ്മൾ യഥാർത്ഥമായി ഹൃദയ പരിശോധന നടത്താറില്ല. तो बहुत बार हम अपने जीवन के हृदय को मनों को हम परखते नहीं है. ശരിയാണ്, അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ട്. और बहुत बार हम लोग अपना होठों से हम लोग परमेश्वर को आदर करते हैं. തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തെ അകറ്റി വെച്ചിരിക്കുന്നു. लेकिन अपने मनों को अपने हृदय को प्रभु से बहुत दूर कर दिया है. ഇത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. इस तरह का परिस्थिति हमारे जीवन में भी हो सकता है. ऐसा अवस्था भी कर सकते हैं. നാം മറ്റുള്ളവരെ പോലെ അല്ല, പിന്നെയോ വീണ്ടും ജനനത്തോടുകൂടെ ദൈവം നമ്മുടെ മനസ്സാക്ഷിയെയും കൂടെ ഉണർത്തിയിട്ടുണ്ട്. परंतु हम लोग बाकी सामान्य लोगों के समान नहीं है, बल्कि जब हमारा नया जन्म हुआ उस नया जन्म में प्रभु ने हमारे विवेक में भी एक उत्तेजना और जागृति किया है. നാം പ്രത്യേകിച്ച് നാം ഇന്ന് ജീവിക്കുന്നത് ഏറ്റവും കർത്താവിന്റെ വരവിന് ഏറ്റവും അടുത്ത നാളുകളാണ്. क्योंकि हम जो जीने जो समय का बहुत ही निकट समय है. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ പോലും മനസാക്ഷിയെ കുറിച്ച് ചിന്തയുള്ളവരായിരുന്നു. पुराने नियम के विश्वासी लोग विवेक के विषय में लोग सावधानी से जीते थे. അവരുടെ മനസാക്ഷി നമ്മെ പോലെ ഉണർത്തപ്പെട്ട മനസാക്ഷി ആയിരുന്നില്ല. और उनका जो विवेक है जिस तरह हमें नए नियम में हमारे विवेक को जो जागरूक किया है वैसा पुराने नियम में उनका नहीं था. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവം ആണ് ദാവീദ് ശൗലിന്റെ വസ്ത്രം മുറിച്ചത്. हम लोग जानते हैं कि सब लोग अच्छी तरह से वाकिफ है किस तरह दाऊद ने शाऊल राजा का वो वस्त्र को उसने फाड़ा था. അത് 1 ശമൂവേല് 24 അധ്യായത്തിലാണ്. वो पहला शमूएल 24 अध्याय में 24 में हम पढ़ते हैं. അത് इങ്ങനെയാണ്. അതിന്റെ 24 അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. 24 का हम पढ़ते हैं. ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞത് കൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി എന്നാണ്. आज पढ़ेंगे. इसके पीछे दाऊद शाऊल की बातें छोर काटने से पछताया. അവൻ തന്റെ ആളുകളോട് യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ
കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ये भी पढ़ेंगे। और अपने जनों से कहने लगा, यहोवा न करे कि मैं अपने प्रभु से जो यहोवा का अभिषिक्त है ऐसा काम करूं कि उस पर हाथ चलाऊं, क्योंकि वह यहोवा का अभिषिक्त है। ഈ പശ്ചാത്തലം നമുക്കറിയാം. ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശൗൽ അന്വേഷിച്ച് നടക്കുകയാണ്. हम ये अवस्था को हम जानते हैं। हम यहाँ पर क्या देख रहे हैं, शाऊल राजा दाऊद को खत्म करने का यत्न में वो बाहर निकला था। ശൗലിനെ വകവരുത്താൻ അല്ലെങ്കിൽ കൊല്ലാൻ പറ്റിയ ഒരു സാഹചര്യം ദാവീദിന് കിട്ടി. और फिर क्या हुआ, इस समय में दाऊद ने शाऊल राजा को मार डाल सके एक अच्छा मौका दाऊद राजा को मिला। ഇവിടെ 4-ാം വാക്യം പറയുന്നു, ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. पढ़ेंगे वाक्य 4। तब दाऊद के जनों ने उससे कहा, सुन, आज वही दिन है जिसके विषय यहोवा ने तुझसे कहा था कि मैं तेरे शत्रु को तेरे हाथ में सौंप दूंगा कि तो उससे मनमना बर्ताव कर ले। तब दाऊद ने उठकर शाऊल के बागे के छोर को छिपकर काट लिया। അപ്പോൾ ദാവീദ് ശൗലിനെ ഉപദ്രവിച്ചില്ല, എന്നാൽ വസ്ത്രത്തിന്റെ അഗ്രം മാത്രം മുറിച്ചെടുത്തു. अभी दाऊद ने शाऊल राजा को सताया तो नहीं, कोई कुछ चोट नहीं पहुंचाया, बल्कि उसका वस्त्र का चोटी को उसने खाली काटा। ഓക്കെ, ഈ വിഷയത്തിൽ പോലും ദാവീദിന്റെ മനസാക്ഷി കുത്തിയെന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. और इतना वो किया तो भी वहां पर हम पढ़ते हैं कि दाऊद का विवेक में चोट पहुंचा। എന്നാൽ പുതിയ നിയമത്തിൽ നാം വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. लेकिन नए नियम में हम देखते हैं कि हमारा नया जन्म हुआ विश्वासी है हम। വീണ്ടും ജനനത്തോടുകൂടെ നമ്മുടെ അന്തർജ്ഞാനം, നമ്മുടെ മനസാക്ഷി, നമ്മുടെ കൂട്ടായ്മ ഇവയെ ദൈവം സജീവമാക്കി. नए जन्म के होने की वजह से क्या हो गया है, हमारा जो अंतरात्मा यानी कि हमारा जो विवेक है, हमारा अंतर्ज्ञान है और हमारा संगति, जो ये तीन जो आत्मा का भाग है, ये तीनों बातों को प्रभु ने जागृत किया। എന്നിട്ട് കർത്താവ് നമ്മുടെ ആത്മാവിനോട് കൂടെ വസിക്കുകയാണ്. और अब वो हमारे आत्मा के साथ निवास करता है। നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം കേൾക്കുന്നവരാണ്. और इतना ही नहीं, हम लोग ऐसा गवाही भी सुनते हैं, जो पवित्र आत्मा हमारे आत्मा को गवाही देता रहता है कि हम परमेश्वर के बच्चे हैं करके। ഇവിടെ വസ്ത്രാഗ്രഹം മുറിക്കുന്നത് പോയിട്ട് മറ്റെന്ത് ചെയ്താലും പലപ്പോഴും മനസാക്ഷി പ്രവർത്തിക്കാത്ത അവസ്ഥയിൽ ഒരു പക്ഷേല് ദൈവമക്കൾ ജീവിക്കാൻ സാധ്യതയുണ്ട്. इधर तो खाली वस्त्र काटा है और दाऊद का ऐसा अवस्था हुआ, लेकिन विश्वासी के जीवन में इससे भी बड़े बड़े कार्य करते हैं और उनका विवेक में कुछ भी बोध नहीं होता, वो लोग कोई पछताते नहीं है। അതിനാൽ നാം ഈ വ്യത്യാസം ഗ്രഹിച്ചുകൊണ്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. इसके लिए हमें ये फर्क हमें अच्छी तरह से समझना है और ये समझकर हमें इस दुनिया में जीना है। ദൈവം തന്റെ ജീവനാൽ എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. क्योंकि प्रभु ने अपना जीवन के द्वारा हमें नया जन्म दिया है, എന്നെ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശിയാക്കി തീർത്തിരിക്കുന്നു. और मुझे मसीह के साथ सहभागी बनाया है। മാത്രവുമല്ല, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ദൈവം എന്നെ മാനിക്കാൻ പോകുന്നു. और केवल उतना ही नहीं, मैं एक एक कार्य जो कर रहा हूँ, हर एक कार्य के लिए प्रभु मुझे महिमा देगा, उसका आदर करेगा। 2 കൊരിന്ത്യർ ലേഖനത്തിലെ ഇങ്ങനെയുണ്ട്, 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്നാണ്. 2 कोरिन्थियर 4:17 में हम पढ़ते हैं, 2 कोरिन्थियर 4:17, क्योंकि हमारा पल भर का हल्का सा क्लेश हमारे लिए बहुत ही महत्वपूर्ण और अनंत महिमा उत्पन्न करता जाता है। Praise the Lord. അപ്പോൾ ചെറിയ കഷ്ടങ്ങൾക്ക് പോലും നമുക്ക് പ്രതിഫലമുണ്ട്. तो हमें हमारे जीवन में छोटा सा कठिनाई क्यों ना हो, उसके पीछे प्रतिफल है। അതുകൊണ്ട് ദൈവ മക്കൾ കാണുന്നതിനെ, അതിന്റെ അടുത്ത വാക്യം 18-ാം വാക്യം പറയുന്നത്, 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നത്, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. अगला वाक्य पढ़ेंगे, 2 कोरिन्थियर 4:18,
और हम तो देखी हुई वस्तुओं को नहीं परंतु अनदेखी वस्तुओं को देखते रहते हैं, क्योंकि देखी हुई वस्तुएं थोड़े ही दिन की है परंतु अनदेखी वस्तुएं सदा बनी रहती है। Praise the Lord. അപ്പോൾ കാണാത്തതിനായി പ്രത്യാശിക്കുന്ന ഒരു ശ്രേഷ്ഠമേറിയ കാര്യമാണ് ക്രിസ്തീയ ജീവിതം. मसीह जीवन एक ऐसा श्रेष्ठ जीवन है जो ना देखा हुआ चीज की ओर देखकर आशा करके हम जी रहे हैं। എന്നാൽ ഒരു കാര്യമുണ്ട്, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം നമുക്കറിയാം. मत्ती का सुसमाचार में 17 अध्याय में हम जानते हैं പത്രോസും യാക്കോബും യോഹന്നാനും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു. जानते हैं कि पत्रोस, याकूब और यूहन्ना हमारे प्रभु के साथ थे। അവര് കർത്താവിന്റെ തേജസ് കണ്ടു. और उन लोग ने प्रभु का महिमा को देखा। എന്നിട്ട് പറയുകയാണ് നമുക്ക് ഇവിടെ തന്നെ പാർക്കാം. और फिर पत्रोस क्या कहता है कि चलो हम इधर ही डेरा बनाए। എന്നാൽ താഴേക്ക് ഇറങ്ങി പോകണമെന്നുള്ളതാണ് കർത്താവിന്റെ ഇഷ്ടം. लेकिन प्रभु का इच्छा तो पहाड़ से नीचे उतर कर जाना था। ശരിയാണ്, അവിടെ നല്ല കൂട്ടായ്മയുണ്ട്, കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന നല്ല സാഹചര്യമാണ്. ये तो अच्छा है कि सच बात है कि पर्वत के ऊपर अच्छा डेरा बन सकता है और अच्छा संगति हो सकता है। എന്നാൽ അവിടെ നിലകൊള്ളാനല്ല കർത്താവിന്റെ ആഗ്രഹം. പിന്നെയോ ചില സ്ഥലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. लेकिन प्रभु का इच्छा यही नहीं है कि हम लोग ही पर्वत के चोटी पर ही बना रहे, बल्कि उसका इच्छा था कि वो लोग नीचे भी जाए और दूसरे 2-3 जगह पर भी जाना था। ഇതാണ് കർത്താവ് നമ്മെ പുരോഗമനപരമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നവനാണ്. क्योंकि हमारा प्रभु हमेशा आगे बढ़ाने वाला या बढ़ोतरी होने वाला बातों में चलाता है। ഇതുകൊണ്ടാണ് ഒരു ദൈവപൈതലിന് അവന്റെ മനസാക്ഷി സ്നാനത്തോടുകൂടെ നല്ല മനസാക്ഷിയായി മാറുകയാണ്. हम देखते हैं कि विश्वासी का जो विवेक जो है बपतिस्मा के द्वारा एक अच्छा शुद्ध विवेक हो जाता है। പിന്നീട് ആ മനസാക്ഷി നിർമ്മല മനസാക്ഷിയായി മാറണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. और प्रभु का आग्रह यही है कि ये विवेक जो है जो निर्मल विवेक बन जाए। അതിങ്ങനെയാണ് 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിലെ അതിന്റെ 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. पहला तिमोथी 1:3 में हम पढ़ते 1:4 में हम पढ़ते हैं, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു എന്ന് വായിക്കുന്നു. उसका 3 पढ़े। जिस परमेश्वर की सेवा में अपने बाप दादों की रीति पर शुद्ध विवेक से करता हूँ, उसका धन्यवाद हो कि अपनी प्रार्थनाओं में तुझे लगातार स्मरण करता हूँ। शुद्ध विवेक बस। ഓക്കെ, അപ്പോൾ നാം വിശ്വാസികൾ നല്ല മനസാക്ഷിയുള്ളവരാണ് അനേകരും. और बहुत से विश्वासी है जो अच्छे और शुद्ध विवेक के हैं। എന്നാൽ അതിൽ നിന്നും ഉന്നതമായ ഒരു പടിയാണ് ശുദ്ധ നിർമ്മല മനസാക്ഷി എന്നുള്ളത്. और उससे भी बढ़ोतरी में आगे बढ़ने वाला बातें है कि लोगों के पास अच्छा विवेक रहता है, अच्छा कार्य करते हैं, लेकिन उससे भी अच्छा विवेक से भी एक बेहतर और एक उत्तम बात है जिसकी ओर हमें आगे बढ़ना है, वो है शुद्ध और निर्मल विवेक। ഇതിനു വേണ്ടിയാണ് കർത്താവ് തന്റെ രക്തവുമായിട്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. की वजह से इस बात के लिए शुद्ध विवेक हमें मिल जाने के लिए हमारा प्रभु लहू लेकर स्वर्गीय स्थानों पर गया। ഓക്കെ, നാം ഇവിടെ അനാഥരല്ല, നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് കൂട്ടായിട്ടുണ്ട്. इस भूमि में यहाँ पर अभी रहते समय में हम अनाथ नहीं है, क्योंकि हमारे साथ पवित्र आत्मा है। അനേക ദൈവമക്കൾ നമ്മോട് ചേർന്ന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ദർശനത്തിൽ ജീവിക്കുന്നവരുണ്ട്. और केवल उतना ही नहीं, हमारे साथ सह भाई बहन लोग हैं जो मंडली के, जो कलीसिया के हैं, जो मसीह का ये कलीसिया का दर्शन को देखकर हम साथ में जी रहे हैं, संगति कर रहे हैं। അതോടൊപ്പം സ്വർഗീയ പിതാവ് തന്റെ കരുണയിൽ നമുക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുമുണ്ട്. उतना ही नहीं, बल्कि स्वर्गीय पिता ने स्वर्गीय स्थानों में कुछ आशीष का बातों का भी निबंध करके तैयारी करके रखा है। അതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ കാണുന്നത്. वही बात हम इब्रानियों 9 का 10 का और 11 में हम पढ़ते हैं। 11-12 സോറി 11-12 ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. 11-12
परंतु जब मसीह आने वाली अच्छी अच्छी वस्तुओं का महायाजक होकर आया तो उसने और भी बड़े और सिद्ध तंबू से होकर, जो हाथ का बनाया हुआ नहीं अर्थात इस सृष्टि की नहीं, और बकरों और बछड़ों के लहू के द्वारा नहीं, पर अपने ही लहू के द्वारा एक ही बार पवित्र स्थान में प्रवेश किया और अनंत छुटकारा प्राप्त किया। എന്തിനെന്നോ നമ്മുടെ മനസാക്ഷിയിൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ये सब क्यों हुआ है? हमारा विवेक में शुद्धिकरण होने के लिए. നമ്മുടെ കുറവുകളെ കുറിച്ച് ബോധവാന്മാരായി അതിനെക്കുറിച്ച് അനുദപിക്കുവാനും ഏറ്റുപറയുവാനും ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയം വെക്കുവാനുമുള്ള ഒരു അവകാശവും പദവിയും ദൈവത്തിന്റെ പൈതലിനുണ്ട്. हाँ, हमारे सारा कमियों और घटियों में जो भी जीवन में हम जीते समय में जो भी कमियां घटिया है वो विश्वासी के जीवन में वो बोध्य होकर उसके विषय में कार्य कर जीने के लिए संभाल के जीने का वो जिम्मेदारी भी उसको है. Praise the Lord. എന്തിനാണെന്നോ നമ്മെ കുറിച്ചുള്ള ദൈവീയ ആലോചന നാം തന്റെ സന്നിധിയില് വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാകണം എന്നുള്ളതാണ്. तो ऐसा क्यों है कि इस रीति से हमें संभालना है ताकि परमेश्वर की उपस्थिति में हम लोग निर्दोष, निष्कलंक और बिना कोई दोष में बने रहने के लिए. നമുക്ക് പ്രതിഫലമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലയിൽ നമ്മെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. हमें प्रतिफल तो है, लेकिन उसी के साथ साथ प्रभु मरने का उद्देश्य क्या था कि वो हम परमेश्वर के सामने हमें निर्दोष और निष्कलंक खड़ा करके रख सके. അതെ, ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഈ ആഗ്രഹം അവനുണ്ടായിരുന്നു. कि मसीह जब क्रूस में मरते समय में उनको ये आग्रह था. അത് നമുക്കറിയാം, എഫെസ്യ ലേഖനത്തിൽ അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. एफेसस का पुस्तक में उस बात को हम देखते हैं. പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം തന്നെ അവൻ നമുക്ക് ഈ വിഷയത്തിൽ മാതൃകയും കാണിച്ചു തന്നിട്ടുണ്ട്. और केवल उतना ही नहीं, वो हमें इस विषय में हमारे लिए एक अच्छा आदर्श छोड़कर गया है. അതെങ്ങനെയാണെന്നോ, वो किस तरह है? അതെങ്ങനെയാണെന്ന് നമ്മള് ഹോമയാഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. वो जब होम बलि में जब हम देखते समय ഹോമയാഗത്തില് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 1-ാം അധ്യായം. ബെൻസി കണ്ടിന്യൂ ചെയ്തോ? ബെൻസി, സോറി, ബെൻസി. പറഞ്ഞു. ഹോമയാഗത്തില് ഒരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു. അത് ഇപ്രകാരമാണ്. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. लेवी का पुस्तक उसका पहला अध्याय है, उसका 9वां वचन हम पढ़ते हैं. അതിങ്ങനെയാണ്. അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകി പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. लेवी का पुस्तक 1 अध्याय 1 उसका वचन 9 पढ़ेंगे. और वह उसकी आंतड़ियों और पैरों को जल से धोए, तब याजक सबको वेदी पर जलाए कि वह होम बलि यहोवा के लिए सुखदायक सुगंध वाला हवन ठहरे. നമ്മളെല്ലാവരും ഹോമയാഗത്തെ കുറിച്ച് പഠിക്കുന്നവരാണ്. हम अच्छी तरह से होम बलि के विषय में सीखते हैं. ഓക്കെ, ഇവിടെ കുടലും കാലും പ്രത്യേകമായി വെള്ളത്തിൽ കഴുകുന്ന കാര്യമാണ് കാണുന്നത്. वो हथड़िया और उसका जो पैर है वो अलग से ही, अंतड़िया और पैर जो है वो अलग से ही होम बलि में चढ़ाने के विषय में हम देखते हैं. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക കാര്യം കാണിച്ചിരിക്കുന്നത്? ऐसा क्यों इधर खास बात में खास रीति से इस तरह कहा गया है? എന്തുകൊണ്ട് കുടലും കാലും മാത്രം പ്രത്യേകമായി കഴുകി? ऐसा क्यों कि अंतड़ियों और पैरों को जल से खास रीति से धोया? അതിനുശേഷമാണ് അത് യാഗപീഠത്തിന്മേൽ അർപ്പിച്ചത്. उसके बाद उसको वेदी पे उसको जलाया जाता है. അപ്പോൾ ഹോമയാഗം കാണിക്കുന്നത് നമ്മുടെ കർത്താവ് സമ്പൂർണമായി ദൈവത്തിനായി അർപ്പിച്ച കാര്യമാണ്. होम बलि ये दिखाता है कि परमेश्वर की उपस्थिति में पूरी तरीके से यीशु मसीह को सौंप दिया गया है. കർത്താവിന്റെ ക്രൂശ് മരണം പിതാവിന്റെ ഉള്ളങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു.
प्रभु यीशु मसीह का क्रूस का मृत्यु जो है वो पिता का हृदय को बहुत संतुष्टि दिया। ആ, അപ്പോൾ എല്ലാ നിലയിലും ദൈവിക നീതിയുടെ ആവശ്യങ്ങളെ ക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിലൂടെ നിറവേറ്റുകയുണ്ടായി. प्रभु यीशु मसीह के मृत्यु के द्वारा पिता परमेश्वर का सारा धार्मिकता का मांग जो है वो पूरा कर दिया। ഇവിടെ കുടലും കാലും കാണിക്കുന്നത് അകത്തെ ചിന്തയും പുറത്തെ നടപ്പിനെയും കാണിക്കുന്നതാണ്. इधर अंतड़ियों और पैर जो दिखाता है वो हमारा अंदरूनी बातों का जो सोच और हमारा चाल चलन के विषय। നമ്മുടെ അകത്തെ ചിന്തകളും പുറത്തെ നമ്മുടെ നടപ്പും രണ്ടും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ഇതാണ് हमारा अंदरूनी बातों का सोच और हमारा चाल चलन ये संसार में दोनों परमेश्वर का महिमा के लिए होना चाहिए। കർത്താവിന്റെ ക്രൂശ് മരണത്തിലെ ഓരോ അവസ്ഥകളും പിതാവിനെ സന്തുഷ്ടനാക്കുന്നതായിരുന്നു. प्रभु यीशु मसीह का क्रूस का सारा बातें जो है मृत्यु उनका सारा बातें जो है वो पिता परमेश्वर को बहुत ही आनंदितमय कर दिया। പ്രത്യേകിച്ച് ഗെത്സമന മുതൽ ക്രൂസിൽ അവൻ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് വരെയുമുള്ള കാര്യങ്ങളില് ഓരോന്നും പിതാവിനെ സന്തുഷ്ടനാക്കുന്നതായിരുന്നു. खास रीति से गत्समने के बगीचे से लेकर हम देखते हैं कि क्रूस के मृत्यु तक जो भी बातें उनके साथ घटी थी वो सारी बातें पिता परमेश्वर का महिमा के लिए बना। അവന്റെ അവൻ ചെയ്ത ഓരോന്നും പ്രതിഹൃദയത്തെ തൃപ്തമാക്കുന്നതായിരുന്നു. और जो बातें उनके जिंदगी में घटी थी वो गत्समने के बगीचे से कलवरी क्रूस पर जो समय जो बीत गया था वो सारी बातें जो घटी वो पिता परमेश्वर का हृदय को आनंदमय कर दिया। അപ്പോൾ അവന്റെ ബാഹ്യമായ ഓരോ പ്രവൃത്തികളും അകത്തെ ചിന്തയും രണ്ടും രണ്ടും ഒരുപോലെ ആയിരുന്നു. क्योंकि उनका अंदरूनी बातों का सोच और चाल चलन जो है वो पूरी तरीके से एक था। ഇത് നമുക്ക് ഒരു മാതൃകയാണ്. ये हमारे लिए दृष्टांत है। നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ വാക്കിലൂടെയോ സംസാരത്തിലൂടെയോ മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയിലും കൂടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുക. हम गए हफ्ते सोचे थे सिर्फ केवल बातों में ही नहीं लेकिन हमारे कार्यों में भी हम प्रभु की महिमा करते हैं। കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് നമ്മിൽ നിന്ന് യേശുക്രിസ്തു കാണിച്ച മാതൃക പ്രതീക്ഷിക്കുന്നുണ്ട്. क्योंकि हमारे जीवन में जो छोटी बातों में भी यीशु मसीह ने जो दृष्टांत दिखाया है वो बातों को प्रभु यीशु मसीह चाहत रखता है। നാം അവനെ പോലെ ആയിത്തീരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर का ये इच्छा है कि हम उसके समान बने। ക്രിസ്തുവിനെ പോലെയുള്ള അനവധി പുത്രന്മാരെയാണ് ദൈവത്തിന് വേണ്ടത്. पिता को वो लोगों की जरूरत है जो मसीहा के जैसे बहुत एक बच्चे बहुत एक संतान जो है वो उत्पन्न हुए। ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പ്രതിഫലങ്ങൾ ദൈവം ഒരുക്കിയിട്ടുള്ളത്. इस तरह के लोगों के लिए परमेश्वर ने मिराज तैयार किया है। അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി, നഷ്ടപ്പെടാവുന്ന പ്രതിഫലവുമുണ്ട്, നഷ്ടപ്പെടാതെ പൊതുവായ അവകാശങ്ങളുമുണ്ട്. हम गए हफ्ते सोचे थे ऐसे भी मिराज है जो हम खो सकते हैं और ऐसे भी मिराज है जो हम कभी खो नहीं सकते लेकिन हमारा अनंत काल के लिए वो നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ രഹസ്യ ജീവിതത്തെ അറിയുന്ന സാത്താൻ നമ്മെ കുറ്റം ചുമത്തുവാൻ ഇടയാകരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. और ये परमेश्वर का इच्छा है कि जो हमारा रहस्य जिंदगी में यीशु मसीह की उपस्थिति में रहते समय में कोई भी आरोप या दोष जो है वो शैतान ना लगा पाए। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും നമ്മെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കാൻ പോകുന്ന ആ പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം കഴിച്ചുകൂട്ടാം. और हमारा मसीहा जिंदगी इस आशा पर हम बिताए कि हमारा जो मिराज है वो किसी भी प्रकार ना हम खोए। ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. इसके लिए मसीहा हमारा मदद करे। ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.